ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഭരണം നിലനിർത്തി ഇടതുമുന്നണി 17 സീറ്റിൽ വിജയിച്ചാണ് തുടർഭരണം നേടിയത്. UDFിലെ പ്രമുഖർ പരാജയപ്പെട്ടു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഇടതുഭരണം തുടരും. 33 വാർഡുകളിൽ 17 സീറ്റുകളിൽ വിജയം നേടിയാണ് ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലേറുന്നത്. UDFിന് 14 സീറ്റുകൾ ലഭിച്ചപ്പോൾ BJPക്കും വെൽഫെയർ പാർട്ടിക്കും ഓരോ സീറ്റുകൾ ലഭിച്ചു. വാർഡ് 2, 3, 4, 9, 10, 12, 14, 16, 17, 18, 22, 23, 25, 26, 27, 28, 30 എന്നീ വാർഡുകളിലാണ് ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. വാർഡ് 1, 5, 6, 7, 8, 11, 13, 19, 20, 21, 24, 29, 31, 32 എന്നീ വാർഡുകളിലാണ് UDF വിജയിച്ചത്. വാർഡ് 15 വെൽഫെയർ പാർട്ടിയും 33-ൽ BJPയും വിജയിച്ചു. UDFിലെ പ്രമുഖരിൽ പലരും പരാജയം രുചിച്ചു. വാർഡ് 12-ൽ മത്സരിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗവും മുൻ വൈസ് ചെയർമാനുമായ KK അസീസ് LDFിലെ VP ഷമീജിനോട് തോറ്റു. മുതിർന്ന കോൺഗ്രസ് നേതാവ് PP വിനോദ് കുമാർ വാർഡ് 28-ൽ DYFI നേതാവ് അജ്മൽ അബ്ബാസിനോട് പരാജയപ്പെട്ടു. മറ്റൊരു മുതിർന്ന നേതാവ് P രാംകുമാറും വാർഡ് 9-ൽ പരാജയപ്പെട്ടു. CPMലെ MR രാജേഷാണ് ഇവിടെ വിജയിച്ചത്. മുൻ ചെയർപേഴ്സൺ കോൺഗ്രസിലെ ശ്രീലജ വാഴക്കുന്നത്ത് വാർഡ് 24-ൽ നിന്നും വീണ്ടും വിജയിച്ചു. ഹാട്രിക് വിജയമാണ് ശ്രീലജ നേടിയത്. കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ നേതാവ് KM ഇസാഖും വാർഡ് 8-ലെ അമ്പലവട്ടത്തു നിന്നും ജയിച്ചു. വാർഡ് 8 അമ്പലവട്ടത്തു നിന്നും വിജയിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസിലെ ദമ്പതികളായ P സുബീഷും ഭാര്യ രശ്മിയും വിജയം നേടി. വാർഡ് 16 നിരപ്പറമ്പിൽ നിന്നും മത്സരിച്ച LDF സ്ഥാനാർത്ഥി K സച്ചിദാനന്ദനാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. 700-ലധികം വോട്ടുകൾക്കാണ് സച്ചിദാനന്ദൻ്റെ വിജയം. അതേസമയം BJPക്ക് 26-ാം വാർഡ് കാവുവട്ടം നഷ്ടമായി. ഇവിടെ CPMലെ മുതിർന്ന നേതാവ് C ജയകൃഷ്ണനാണ് വിജയിച്ചത്.